Class Cyanophyceae Nostoc. Cyanophyceae അഥവാ മിക്സോഫൈസിയെ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഡെഫിനറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസോ ഒന്നും ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. Since their cellular organization is typically prokaryotic, the current trend is to consider them not as true algae but as monoreels. ഈ സൈനോഫൈസിയ മെമ്പേഴ്സിനെ കോമൺ ആയിട്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് ഫൈക്കോസയാനിൻ എന്ന ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇവയെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. Salient features. Most members are filamentous forms, but some are unicellular and some are colonial. മിക്കവാറും മെമ്പേഴ്സ് filamentous forms ആയിരിക്കും. ചിലത് മാത്രം യൂണിസെല്ലുലാറോ കൊളോണിയൽ ഫോംസോ ആയിരിക്കും. ഈ filamentous ഫോംസിന് ഒരു ലീനിയർ റോസ് ഓഫ് സെൽസ് ഉണ്ടാവും. ഇതിന് ട്രൈക്കോം എന്ന് പറയും. ഇതിന് കവർ ചെയ്തിട്ട് ഒരു ഷീത്ത് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഷീത്തോട് കൂടിയ ട്രൈക്കോമിനെയാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഈ ട്രൈക്കോമിന് ചില ലാർജ് ആൻഡ് തിക്ക് വോൾഡ് സെൽസ് ഉണ്ടാവും. ഇതിനെ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. Cells are typically prokaryotic without membrane-bound cell organelles and an organized nucleus. Chief pigments. ഇവരുടെ chief pigments എന്ന് പറയുന്നത് chlorophyll A, phycocyanin, allophycocyanin, phycoerythrin, bixoxanthin, oxalaxanthin, beta-carotene and lutein ആണ്. ഈ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് സൈനോഫൈസിയൻ സ്റ്റാർച്ചും സൈനോഫൈസിനുമാണ്. സൈനോഫൈസിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ്. അപ്പം സൈനോഫൈസിയൻ സ്റ്റാർച്ച് ആണ് ചീഫ് റിസർവ് ഫുഡ്. പ്രോട്ടോപ്ലാസത്തിന് ഔട്ടർ ക്രോമോപ്ലാസോന്നും ഇന്നർ സെൻട്രോപ്ലാസോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലജല്ലൊക്കെ ആബ്സെന്റ് ആയിരിക്കും. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും സൂസ്പോ ഫോർമേഷനും ഒന്നും ഉണ്ടാവത്തില്ല. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമായിരിക്കും ഇവർക്ക് കാണുന്നത്. മെജോറിറ്റി സ്പീഷീസ് ഫ്രഷ് വാട്ടർ ഫോംസ് ആയിരിക്കാം. ബട്ട് മറൈൻ ഫോംസ് ആർ ഓൾസോ നോൺ. മറൈൻ ഫോംസും ഉണ്ടാവും. ചിലത് 82 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ ജീവിക്കാനാവും. ഇനി മറ്റു ചിലതിന് ഐസ്ബർഗ്സിന്റെ അടിയിലും ജീവിക്കാൻ കഴിയും. ഇനി റെഡ് സീ കേട്ടിട്ടുണ്ടല്ലോ. റെഡ് സീന് കളറിന് കാരണം എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതിന്റെ പേരാണ് ട്രൈക്കോഡെസ്മിയം എറിത്രീനം എന്ന് പറയുന്നത്. സോ ട്രൈക്കോഡെസ്മിയം എറിത്രീനം ആണ് ഈ റെഡ് സീക്ക് റെഡ് കളർ കൊടുക്കുന്നത്. ഇതാണ് കാണുന്നത്. ഇതില് ഒരുപാട് സ്പീഷീസിന് ഈ വന്ന് പതിക്കുന്ന ലൈറ്റിന് കളറിന്റെ നിറം അനുസരിച്ച് മാറാനുള്ള കഴിവുണ്ടാവും. ഇതിനെ നമ്മള് ഗെയ്ഡുക്കോ ഫിനോമിന അഥവാ കോംപ്ലിമെന്ററി ക്രോമാറ്റിക് അഡാപ്റ്റേഷൻ എന്നും പറയും. ഇനി ഒരുപാട് ഇക്കോളജിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഗ്രൂപ്പാണ് ഈ സൈനോഫൈസിയൻസ്. ഫസ്റ്റ് ഇവര് ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജനും ഓർഗാനിക് മാറ്ററും പ്രൊഡ്യൂസ് ചെയ്യും. ആസ് പ്രൊഡ്യൂസേഴ്സ് ദേ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ഓർഗാനിക് മാറ്റർ ഫോർ അതർ ഓർഗാനിസംസ്. ഇനി മിക്കവാറും സ്പീഷീസും നൈട്രജൻ ഫിക്സേഴ്സ് ആയിരിക്കും. അതായത് നൈട്രജൻ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റും. Some species form symbiotic associations with protists, fungi and plants. Some others, together with fungi, form lichens. All these forms lack cell wall and function as protoplast for producing food for their partners. ചില സ്പീഷീസ് ഈ പ്രോട്ടിസ്റ്റും ഫഞ്ചിയും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് സിംബയോട്ടിക് അസോസിയേഷൻസ് ഫോം ചെയ്യും. ചില സ്പീഷീസിന് എക്സ്ട്രീം ആയിട്ടുള്ള സലൈനിറ്റി, എക്സ്ട്രീം ടെമ്പറേച്ചർ, pH ഒക്കെ ടോളറേറ്റ് ചെയ്യാൻ കഴിയും. That are harmful to other organisms. So they can thrive in polluted water, often becoming the dominant species of the ponds and lakes.
പഠിക്കാനുള്ള ഫസ്റ്റ് ടൈപ്പാണ് നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലാസ് സൈനോഫൈസിയെ, ഓർഡർ നോസ്റ്റോക്കേസ്, ഫാമിലി നോസ്റ്റോക്കേസി. ഇനി ഇതിന്റെ ഒക്കറൻസ് എവിടെയാന്ന് നോക്കാം. The species of Nostoc occur both in terrestrial and aquatic habitat. Nostoc ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലും അക്വാറ്റിക് ഹാബിറ്റാറ്റിലും ഉണ്ടാവും. ഇത് സാധാരണ കാണുന്നത് ഫ്രഷ് വാട്ടർ പോണ്ടില്, പൂളില്, ഇതുപോലെ തോട്ടിലൊക്കെയാണ്. ഇനി നോസ്റ്റോക്ക് കമ്മ്യൂണെ പോലുള്ളത് നനഞ്ഞ മണ്ണിലൊക്കെ കാണാൻ കഴിയും. ചില സ്പീഷീസ് ഈ ആന്തോസിറോസിന്റെ ഒക്കെ അകത്ത് കോളനി ആയിട്ട് കാണും. അതിന് എൻഡോഫൈറ്റിക് എന്ന് പറയുന്നത്, അതായത് അകത്ത് ജീവിക്കുന്ന ജീവി, എൻഡോഫൈറ്റിക്. While a few species occur as a constituent of lichens. ചിലത് ലൈക്കനുമായിട്ട് അതായത് ഫംഗസുമായിട്ട് ചേർന്ന് ലൈക്കനായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. Gelatinous aggregation of Nostoc filaments are commonly called star jelly, witch's butter, or mare's egg. ഈ നോസ്റ്റോക്കിന്റെ ഫിലമെന്റ്സ് ജെലാറ്റിനസ് അഗ്രിഗേഷൻസ് ആയിട്ട് കാണാം. ഇതിനെ സ്റ്റാർ ജെല്ലി, വിച്ചസ് ബട്ടർ അല്ലെങ്കിൽ മേസ് എഗ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ താലസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കൊളോണിയൽ ആൻഡ് ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഇത് ഒലീവ് ഗ്രീൻ, ഇത് കണ്ടോ കളർ കാണാം, ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആയിട്ടുള്ള മ്യൂസിലേജിനിയസ് ബോൾ ആയിട്ടാണ് കാണുന്നത്. ഈ ബോളിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒബ്ലോങ് ആയിരിക്കാം, എലിപ്സോയിഡലൊക്കെ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പും ആവാം. Large number of filaments are embedded within a mucilaginous envelope, becoming a bowl-shaped colonies. And the filaments are uniseriate, unbranched, and moniliform in appearance. അപ്പോൾ ഇവരുടെ ഫിലമെന്റ്സ് ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതെ ഒരു സിംഗിൾ റോസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇതിന് യൂണിസീരിയേറ്റ് എന്ന് പറയും. അതായത് ഒരു സിംഗിൾ റോസിൽ കാണുന്നതിനെയാണ് യൂണിസീരിയേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സെൽസ് നോക്കിക്കഴിഞ്ഞാൽ സ്പിരിക്കൽ ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഈ മുത്ത് കോർത്ത പോലെ ഉണ്ടാവും ഇതിന്. ഈ ഓരോ ഫിലമെന്റും ഓരോ മ്യൂസിലേജിനിയസ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കും. ഈ ഫിലമെന്റ്സിന്റെ ഇടയ്ക്ക് ലാർജ് സൈസിലുള്ള കളറുള്ള സെൽസ് ഉണ്ടാവും. ഇതിനെ ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. Each filaments consist of a large number of spherical cells with contracted end walls, giving the filament a moniliform or beaded appearance. So മുത്ത് കോർത്ത പോലെ ഇരിക്കും. At intervals, the filaments also possess large-sized colorless cells called heterocysts at the terminal or intercalary positions. Cell structure. ഈ സെല്ല് പ്രോകാരിയോട്ടിക് ആണ്. സെൽസ് ആർ പ്രോകാരിയോട്ടിക്. ഇനി ഓരോ സെല്ലിനും ഫേം ആൻഡ് റിജിഡ് സെൽ വാൾ ഉണ്ടാവും. അത് രണ്ട് ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഇതിന് ഇന്നർ ലെയർ എന്നത് ബാക്ടീരിയൽ സെൽ വാളിന്റെ പോലെ തന്നെ ഒരു മ്യൂക്കോപെപ്റ്റൈഡ് കോമ്പോണന്റ് ആയിരിക്കും. The inner layer contains a mucopeptide. ബാക്ടീരിയ സെൽ വാൾ മ്യൂക്കോപോളിസാക്കറൈഡ് ആണെന്നല്ലേ പറയാം. അപ്പം മ്യൂക്കോപെപ്റ്റൈഡ് ആയിരിക്കും ഇതിന്, കമ്പാരബിൾ ടു ദാറ്റ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ സെൽ വാൾ. Inside the cell wall is the cytoplasmic membrane. The protoplasm is differentiated into an outer colored chromoplasm and a central hyaline centroplasm. ഈ സെൽ വാളിന്റെ അകത്ത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഒക്കെ ഉണ്ടാവും. ഈ പ്രോട്ടോപ്ലാസത്തിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഔട്ടർ പോർഷൻ എന്ന് പറയുന്ന കളേർഡ് ആയിട്ടുള്ള ക്രോമോപ്ലാസോ സെൻട്രൽ ഹൈലൈൻ സെൻട്രോപ്ലാസോ ആയിരിക്കും. ഈ Chromoplasm harbors photosynthetic lamellae or thylakoid. It is colored due to the presence of pigments chlorophyll A, beta carotene, mixoxanthin, mixoxanthophil, and a characteristic biloproteins called C-phycocyanin and C-phycoerythrin.
ഈ ക്രോമോപ്ലാസം കളേർഡ് ആവാനായിട്ടുള്ള കാരണം ഇതിൽ സാക്ക് ലൈക്ക് തൈലക്കോയിഡ്സ് ഉണ്ടാവും. ഇതിന്റെ അകത്ത് ഈ തൈലക്കോയിഡ്സിന്റെ അകത്ത് ക്ലോറോഫിൽ എ, ബീറ്റ കരോട്ടീൻ, മിക്സോസാന്തി, മിക്സോസാന്തോഫില്ലം പോലുള്ള പിഗ്മെന്റ്സും ഉണ്ടാവും. ഈ സെൻട്രോപ്ലാസത്തില് പക്ഷെ DNA-യും RNA ആയിരിക്കും ഉണ്ടാവുക. The pigments are located in sac-like lamellae called the thylakoids, and centroplasm contains DNA and RNA. ഈ പ്രോകാരിയോട്ടിക് ആയതുകൊണ്ട് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസോ ഒന്നും ഇതിന് ഉണ്ടാവത്തില്ല. So they lack membrane bound organelles such as chloroplast, mitochondria, endoplasmic reticulum, dictyosome, etc. There is no vacuoles in the cytoplasm. And the reserved food material occurs in the form of cyanophysin granules. ഈ ഹെറ്ററോസിസ്റ്റിനെ ഫുഡിൽ പഠിക്കുവാണ്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത് ഫിലമെന്റ്സിന്റെ ടെർമിനൽ പോർഷനിലും ഇന്റർ കാലറി പോർഷനിലും, അതായത് ഇടയ്ക്കിടക്ക് ടെർമിനൽ പോർഷൻ എന്ന് പറയുന്ന അറ്റത്തും ഇടയ്ക്കും ഒക്കെയാണ് ഇത് കാണുന്നത്. ഇതിന്റെ കാലറി പൊസിഷനിലും ഒക്കെ വലുപ്പമുള്ള കളർലെസ് സെൽസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഹെറ്ററോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് സ്പിരിക്കൽ ലാർജ് തിക്ക് വാൾഡ് സെൽസ് ആയിരിക്കും. Heterocysts contain dense homogeneous content which is generally yellow. ഹെറ്ററോസിസ്റ്റില് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവും. ഇനി ഹെറ്ററോസിസ്റ്റിന്റെ പോറിന്റെ അവിടെ പ്രോമിനന്റ് ഗ്രാന്യൂള് പ്രസന്റ് ആയിരിക്കും. A prominent granule is present at the pore of the heterocyst. അതാണ് ഹെറ്ററോസിസ്റ്റിന്റെ രണ്ട് പോർസ് എന്ന് പറയുന്നത്. ആ പോറിന്റെ അവിടെ കാണുന്നതാണ് prominent granules. ഇതിനെ പോളാർ നോഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് പോളാർ നോഡ്യൂൾസ്. ഇതാ പോറിലുള്ള പോളാർ നോഡ്യൂൾ, അടുത്ത പോറിലുള്ള പോളാർ നോഡ്യൂൾ. ഈ സാധാരണ വെജിറ്റേറ്റീവ് സെൽസ് ഗ്രാജുവലി ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടാണ് ഈ ഹെറ്ററോസിസ്റ്റ് ആയിട്ട് മാറുന്നത്. സാധാരണ വെജിറ്റേറ്റീവ് സെൽസ് തന്നെയായിരിക്കും, അത് ഗ്രാജുവൽ ആയിട്ട് ഹെറ്ററോസിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. The heterocyst developed by the gradual transformation of vegetative cells. During transformation, the vegetative cell becomes thick-walled, loses most of its pigments, develops polar nodules, and the cytoplasm becomes homogeneous and vacuolated. ഇനി ഹെറ്ററോസിസ്റ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They function as points of breakage of the trichomes to help vegetative reproduction. Vegetative reproductionന്റെ സമയത്ത് ട്രൈക്കോംസ് ബ്രേക്ക് ചെയ്താണ് പുതിയ ഫിലമെന്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഹെറ്ററോസിസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ബ്രേക്കേജ് ആയിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും ബ്രേക്കേജ് സംഭവിക്കുന്നത്. ഇനി they stimulate the production of akinets. അക്കിനെറ്റ്സിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് റെസ്റ്റിംഗ് സ്പോർസിനെയാണ് നമ്മൾ അക്കിനെറ്റ്സ് എന്ന് വിളിക്കുന്നത്. In some cases, they can germinate into new filaments. ചില കേസസിൽ ഇത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫിലമെന്റ്സ് ഫോം ചെയ്യും. They are the main sites of nitrogen fixation. നൈട്രജൻ ഫിക്സേഷന്റെ മെയിൻ സൈറ്റ് ആണ് ഈ പറയുന്ന ഹെറ്ററോസിസ്റ്റ്. They may serve as storage organ. സ്റ്റോറേജ് ഓർഗനായിട്ടും സെർവ് ചെയ്യുന്നുണ്ട്. റിപ്രൊഡക്ഷൻ. Nostoc reproduces only by vegetative and sexual means. Sexual reproduction is completely absent. Vegetative and sexual method വഴിയാണ് reproduction. Sexual reproduction completely absent ആയിരിക്കും. ഇനി fragmentation. Vegetative reproduction by fragmentation is widespread in Nostoc. Mechanical or other means, the colony break into two or more pieces. Each piece develop into a new colony. ഒരു കോളനി പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. എങ്ങനെയുള്ള ഈ ഓരോ പീസസും ഓരോ കോളനി ആയിട്ട് ഒരു പുതിയ കോളനി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ. ഇനി അടുത്തത് ഹോർമോഗോണിയ. അതായത് ചെറിയ ലെങ്തിലുള്ള ഫിലമെന്റ്സിനെയാണ് ഈ ഹോമോഗോണിയ എന്ന് പറയുന്നത്. Hormogonia are short length of trichomes with rounded ends. In Nostoc, the filaments may break into a number of pieces, usually at the region of a heterocyst or a dead cell. These hormogonia may increase the number of filaments in the adult colony or may pierce through the colonial mucilage and develop into new colonies by division.
ഈ നോസ്റ്റോക്കിന്റെ ഹെട്രോസിസ്റ്റിന്റെ റീജിയനിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്ത പീസസ് ആയിട്ട് മാറും. ഈ ഹോർമഗോണിയ, ഈ പീസസ് ആയിട്ടുള്ള ഹോർമഗോണിയ പിന്നീട് ഡെവലപ്പ് ചെയ്ത് പുതിയ കോളനി ആയിട്ട് ഫോം ചെയ്യും. ഇതാണ് ഹോർമഗോണിയ എന്ന് പറയുന്നത്. ഇനി അക്കിനെറ്റ്സ്. അക്കിനെറ്റ്സ് എന്ന് പറയുന്നത് ഇതിനെ റെസ്റ്റിംഗ് സ്പോർസ് എന്നും പറയും. They are also called resting spores. They are larger than the vegetative cells and have a thick resistant wall. സാധാരണ വെജിറ്റേറ്റീവ് സെൽസിന് വ്യത്യാസമായിട്ട് തിക്ക് ആൻഡ് റെസിസ്റ്റന്റ് വാൾ ഉള്ള ലാർജർ സെൽസ് ആയിരിക്കും ഈ അക്കിനെറ്റ്സ് എന്ന് പറയുന്നത്. ഈ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റോർ പ്ലെന്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഇനി ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ ഇതിൽ നിന്ന് ന്യൂ ഫിലമെന്റ്സ് ഫോം ചെയ്യും. അക്കിനെറ്റ്സ് germinated to form new filaments under advent of favorable condition. The germination of heterocyst. In a few species like Nostoc commune, the heterocyst directly germinate and form new filament. Nostoc commune പോലുള്ള സ്പീഷീസിൽ ഹെട്രോസിസ്റ്റ് ഡയറക്ട്ലി ജെർമിനേറ്റ് ചെയ്ത് ന്യൂ ഫിലമെന്റ് ഫോം ചെയ്യും. നെക്സ്റ്റ് എൻഡോസ്പോർസ്. These are spores formed endogenously. Endospore formation has been reported in some species such as Nostoc commune. During it, the protoplasm of a cell divide into bits and each bit forms an endospore. On germination, the endospore develop into a new filament. സെല്ലിന്റെ അകത്ത് എൻഡോജീനിയസ്ലി ഫോം ചെയ്യുന്ന സ്പോർസ് ആണ് ഈ എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. ഈ നോസ്റ്റോക് കമ്മ്യൂണെ പോലുള്ള സ്പീഷീസിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റ് ഒരുപാട് ബിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ ബിറ്റും എൻഡോസ്പോർ ആയിട്ട് മാറും. ഇത് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഈ എൻഡോസ്പോർസ് പുതിയ ഫിലമെന്റ് ആയിട്ട് മാറും. ദ നൈട്രജൻ ഫിക്സേഷൻ. ഹെട്രോജീനിയസ് അല്ലെ ഹെട്രോസിസ്റ്റ് ഉള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ ആയിട്ടുള്ള നോസ്റ്റോക് അനാബീനോ ഒക്കെയാണ് നൈട്രജൻ ഫിക്സേഷന് മെയിൻലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇനി നോൺ ഹെട്രോസിസ്റ്റ് ആയിട്ടുള്ള ഓസിലറ്റോറിയം നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നുണ്ട്. ഇനി നൈട്രോജിനീസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ഇതിന് കാരണം. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് മാറ്റും. ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ പാഡി ഫീൽഡിലൊക്കെ ഇനോക്കുലേറ്റ് ചെയ്താൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നുണ്ട്. Then affinities with bacteria. ഈ ബാക്ടീരിയ ആയിട്ട് ഇവർക്ക് റിസംബ്ലൻസ് ഉണ്ട് ഡ്യൂ ടു നേച്ചർ ഓഫ് സെൽ വാൾ, കമ്പോണന്റ് ഓഫ് പ്രൊകാരിയോട്ടിക് നേച്ചർ ഓഫ് സെൽ, നേച്ചർ ഓഫ് സെൽ വാൾ കമ്പോണൻസ്, അതായത് സെൽ വാൾ കമ്പോണൻസിന്റെ ബേസിസിലും അതുപോലെ പ്രൊകാരിയോട്ടിക് നേച്ചർ ഓഫ് സെൽ ആൻഡ് ആബ്സെൻസ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. ഹെൻസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആർ ഓൾസോ കോൾഡ് സയനോബാക്ടീരിയ. അവർക്ക് ബാക്ടീരിയ ആയിട്ടുള്ള റിസംബ്ലൻസ് ഉള്ളത് കൊണ്ട് ഇവരെ സയനോബാക്ടീരിയ എന്നും കൂടി വിളിക്കും. ഇത്രയാണ് നോസ്റ്റോക്കിൽ വരുന്നത്.